നമസ്കാരം. വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ പ്രവാസികൾക്ക് പലപ്പോഴും നെഞ്ചിടിപ്പ് കൂട്ടാറുണ്ട്. ഈ നിയമങ്ങൾ പാവം പ്രവാസികളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കുവൈറ്റ് അമീർ പുതിയതായി അംഗീകാരം നൽകി പുതുക്കിയ റെസിഡൻസി നിയമത്തിലുള്ളത് പ്രവാസികളുടെ വിസ, താമസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കർശന വ്യവസ്ഥകളാണ്. പ്രവാസികളുടെ പരമാവധി റെസിഡൻസി വിസ 5 വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകളാണ് ഇതിലുള്ളത്. പ്രവാസികളുടെ താമസത്തിന്മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും താമസം, തൊഴിൽ സമ്പ്രദായങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷാവിധി നൽകാനുമാണ് ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പ്രവാസികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിക്കണം. ഹോട്ടലുകളും ഫർണിഷ് ചെയ്ത താമസ സൗകര്യം നൽകുന്നവരും 24 മണിക്കൂറിനുള്ളിൽ വിദേശ അതിഥികളുടെ വരവും പോക്കും റിപ്പോർട്ട് ചെയ്യണം. കുവൈറ്റിൽ വിസിറ്റ് വിസയിലെത്തുന്ന പ്രവാസികൾക്ക് വിസ എക്സ്റ്റൻഷനോ റെസിഡൻസി പെർമിറ്റോ അനുവദിച്ചില്ലെങ്കിൽ പരമാവധി 3 മാസം വരെ മാത്രം രാജ്യത്ത് താമസിക്കാനാകൂ. താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകൾ 3 മാസത്തേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1 വർഷം വരെ അത് നീട്ടാം. കുവൈറ്റിലെ സ്ത്രീകളുടെയും പ്രോപ്പർട്ടി ഉടമകളുടെയും കുട്ടികൾക്ക് 10 വർഷം വരെയും നിക്ഷേപകർക്ക് 15 വർഷം വരെയും വിസ അനുവദിക്കും. എന്നാൽ പ്രവാസികളുടെ റെഗുലർ റെസിഡൻസി 5 വർഷമായി പരിമിതപ്പെടുത്തി. സാധാരണ ഒരു പ്രവാസിക്ക് 5 വർഷം മാത്രമേ റെസിഡൻസി വിസ ലഭിക്കുകയുള്ളൂ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളികൾക്ക് 4 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് തുടരാൻ അനുവാദമില്ല. ഒരു വിദേശിയുടെ വിസ കാലഹരണപ്പെടുകയോ വിദേശി അവരുടെ അനുവദനീയമായ കാലയളവ് കവിയുകയോ ചെയ്താൽ സ്പോൺസർ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കണം. പ്രവാസികളെക്കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ 2000 ദിനാർ വരെ പിഴ ലഭിക്കും. ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഹോട്ടൽ മാനേജർമാർക്കും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്കും 400 ദിനാർ വരെ പിഴ. റെസിഡൻസി വിസ ലംഘനങ്ങൾക്ക് 1 വർഷം വരെ തടവും 1200 ദിനാർ വരെ പിഴയും ലഭിക്കും. സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് 2000 ദിനാർ വരെ പിഴ ഈടാക്കാം. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് 3 വർഷം വരെ തടവും 3000 ദിനാർ വരെ പിഴയും ലഭിക്കും. നിയമവിരുദ്ധമായി വിദേശികളെ ജോലിക്കെടുക്കുകയോ വിസയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ 2 വർഷം വരെ തടവും 10000 ദിനാർ വരെ പിഴയും ലഭിക്കും. റെസിഡൻസി കടത്തിന് 5 വർഷം വരെ തടവും 10000 ദിനാർ വരെ പിഴയും. ഇനി വിസ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രവാസികൾക്ക് സാധുവായ യാത്രാരേഖകൾ ഉണ്ടായിരിക്കുകയും അംഗീകൃത ചെക്ക് പോസ്റ്റുകളിലൂടെ കുവൈറ്റിൽ പ്രവേശിക്കുകയും വേണം. അവർ സാധുവായ റെസിഡൻസി പെർമിറ്റുകൾ കൈവശം വെക്കേണ്ടതുണ്ട്. കൂടാതെ മുൻകൂർ അനുമതിയില്ലാതെ 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് തുടരുവാൻ അനുവാദമില്ല. വിസയുമായോ റെസിഡൻസിയുമായോ ബന്ധപ്പെട്ട ഏതെങ്കിലും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്പോൺസർമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ശരിയായ അംഗീകാരമില്ലാതെ അനധികൃതമായി ജോലി ചെയ്യുന്നതോ പ്രവാസികളെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവദിക്കുന്നതോ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇനി നിരോധനങ്ങളെയും പിഴകളെയും കുറിച്ചാണ്. റെസിഡൻസി സമ്പ്രദായം ചൂഷണം ചെയ്ത് വിസ കടത്ത് നടത്തുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണ്. 3 വർഷം വരെ തടവും 10000 ദിനാർ പിഴയുമാണ് ഇതിനുള്ള ശിക്ഷ. നിയമലംഘനം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പൊതു ഉദ്യോഗസ്ഥർക്കും പിഴ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധുവായ താമസമോ വർക്ക് പെർമിറ്റോ ഇല്ലാതെ പ്രവാസികൾക്ക് അഭയമോ ജോലിയോ നൽകുന്നത് നിരോധിച്ചിരിക്കുന്നു. അവരുടെ ഔദ്യോഗിക ശേഷിയിൽ പ്രവർത്തിക്കുന്ന പൊതു ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ലംഘനങ്ങൾക്ക് കർശനമായ പിഴകൾ ബാധകമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.